കർത്താവ് ഈ കാലഘട്ടത്തിൽ വളരെ പ്രത്യേകമായി സ്നേഹിക്കുന്ന, വളരെ ഇഷ്ടത്തോടെ സ്നേഹിക്കുന്ന വലിയൊരു കൂട്ടായ്മയിൽ, അങ്ങനെയുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിലാണ് പ്രഭാതത്തിൽ ദൈവം നമ്മളെ ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണോ? സന്തോഷമാണോ? സന്തോഷമാണെങ്കിൽ മുഖത്തൊക്കെ ചില സന്തോഷം കാണിക്കുന്നുണ്ട്, കുഴപ്പമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ എന്നോട് കർത്താവിൻ്റെ ഒരു ദൂത് ഇവിടെ പങ്കുവെക്കണമെന്ന് പറഞ്ഞു. ദൈവത്തോട് കുറച്ച് നേരം പ്രാർത്ഥിക്കും, ഇങ്ങനെ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. കുറച്ച് നാളുകളായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കർത്താവ് എനിക്കിതിനെക്കുറിച്ച് ബോധ്യം തന്നത്, നന്നായിട്ട് ദൈവത്തിൻ്റെ മക്കൾ കൃപയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അവർ വലിയ വില കൊടുക്കാൻ ഒരുങ്ങണം എന്നുള്ളതാണ്. വില കൊടുക്കാൻ ഒരുങ്ങണം എന്നുള്ളതാണ്. ഞാൻ പണ്ട് ഒരു ഇടവക വികാരിയായിരുന്നു. ഇടവക വികാരി എന്ന നിലയിൽ ഒരു ജീവിത രീതിയുണ്ട്. അങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു ക്രിസ്ത്യൻ ട്രെയിനിങ്, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്രിസ്ത്യൻ ട്രെയിനിങ്ങിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നു. അന്ന് 200ഓളം പേര് അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഈ സ്ഥലത്തൊക്കെ തന്നെ ആയിരുന്നു അത്. അവിടെ 200ഓളം പേര് പങ്കെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വളരെ എൻ്റെ ആത്മീയ ശുശ്രൂഷകളെ ഗതി തിരിച്ചുവിട്ട ഒരു സംഭവമായിരുന്നു ആ 10 ദിവസം നീണ്ടു നിന്ന ആ ക്രിസ്ത്യൻ ട്രെയിനിങ്. ആ ക്രിസ്ത്യൻ ട്രെയിനിങ്ങിൽ പങ്കെടുത്തതിന് ശേഷം എനിക്ക് നേരത്തെ തന്നെ ഒരു തീക്ഷ്ണത ഉണ്ടായിരുന്നു. സെമിനാരി പഠിക്കുമ്പോൾ തൊട്ട് തന്നെ എനിക്ക് നല്ലൊരു തീക്ഷ്ണത ഉണ്ടായിരുന്നു. കർത്താവിന് വേണ്ടി വേല ചെയ്യണം, കർത്താവിന് വേണ്ടി വേല ചെയ്യണം. അപ്പോൾ ആ ക്രിസ്ത്യൻ ട്രെയിനിങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ആ ശുശ്രൂഷയുടെ ഒരുങ്ങോട്ട് തീവ്രത കൂടി അങ്ങനെ എൻ്റെ ദേശത്തേക്ക് പോയി. എൻ്റെ ദേശമാണ് അട്ടപ്പാടി. ആ അട്ടപ്പാടി ദേശത്ത് പോയി. അവിടെയായിരുന്നു എൻ്റെ ഇടവക. ആ ഇടവകയിൽ അങ്ങനെ ശുശ്രൂഷ, പ്രത്യേകിച്ച് കുറച്ചും കൂടെ കൂടുതൽ കർത്താവിന് വേണ്ടി വേല ചെയ്യണം. ഞാൻ വേല ചെയ്തുകൊണ്ടിരുന്ന ആൾ തന്നെയാണ്, പക്ഷേ പോരാ, എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ വേല ചെയ്യണം, കുറച്ചും കൂടെ തീവ്രമായി വേല ചെയ്യണം, കുറച്ചും കൂടെ കമ്മിറ്റ്മെൻ്റ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആഗ്രഹം ഉണ്ടായതിനനുസരിച്ച് നമ്മൾ ഓരോ തവണയും പരിശുദ്ധാത്മാവ് ചെറിയ ചെറിയ ചില തോന്നിപ്പുകൾ തരും. അപ്പോൾ അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ അത്രയും വില കൊടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഓരോന്നോരോന്ന് ഏറ്റെടുത്തപ്പോഴാണ് മനസ്സിലായത്, ഇത് അതികഠിനമായ ഒരു യുദ്ധഭൂമിയാണ്. ഇഞ്ചോടിഞ്ച് യുദ്ധമുള്ള ഒരു യുദ്ധഭൂമിയാണ് കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളത്. വെറുതെ വെള്ളത്തിൽ ഒഴുകുന്ന ഒതളങ്ങിയ പോലെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒട്ടും പറ്റിയതല്ല. യേശുക്രിസ്തുവിന് വേണ്ടി കമ്മിറ്റ്മെൻ്റ് എടുത്തുള്ള ജീവിതം. അത് ഇഞ്ചോടിഞ്ച് എല്ലാ ദിവസവും, എല്ലാ സ്ഥലത്തും, എല്ലാ വേദിയിലും യുദ്ധത്തിന് നമ്മൾ തയ്യാറാകേണ്ടി വരും, വില കൊടുക്കേണ്ടി വരും. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഒന്ന് ചിന്തിക്കാൻ പോകുന്നത്. 10-20 വർഷം അല്ലെങ്കിൽ കുറേ വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഞാൻ നോക്കുമ്പോൾ, യുദ്ധം ചെയ്യാത്തവൻ കുപ്പത്തൊട്ടിയിലേക്ക്. കമ്മിറ്റ്മെൻറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ വില കൊടുക്കാൻ തയ്യാറാകുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ്തേറിൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു രംഗം വായിക്കുന്നുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം, ആ വചനഭാഗം നിങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തോ. എസ്തേറിൻ്റെ പുസ്തകം, അതിൻ്റെ സ്റ്റാർട്ടിങ് എൻ്റെ ഇതിൽ 11-ാമത്തെ അധ്യായത്തിലാണ് തുടങ്ങുന്നത്. എസ്തേറിൻ്റെ പുസ്തകം 11-ാം അധ്യായം, അതിൽ 6 മുതൽ 10 വരെ. 2 ഭീകര സത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി. അത് ഉറപ്പാണ്. നിങ്ങൾ കമ്മിറ്റ്മെൻ്റ് എടുക്കുമ്പോഴാണ്. ഭീകരസത്വങ്ങൾ ഓൾറെഡി ഇവിടെ കിടപ്പുണ്ട്. അത് ആരാണോ കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നത് അവരുടെ നേരെ വരും. ഹല്ലേലൂയ. 2 ഭീകര സത്വങ്ങൾ പൊരുതാൻ ഒരുങ്ങി മുന്നോട്ട് വന്നു. അവ അതിഭയങ്കരമായി അലറിക്കൊണ്ടിരുന്നു. അവയുടെ അലർച്ച കേട്ട് സകല ജനതകളും നീതിമാന്മാരുടെ ജനതയ്ക്ക് എതിരെ. അപ്പം എന്താ അതിൻ്റെ അർത്ഥം?
ഈ ഭീകരസത്വങ്ങൾ ഒരു പ്രത്യേക ഒരു പ്രതിഭാസമാണ്. ഒരു ആത്മീയ ശുശ്രൂഷകൻ ഉണർന്നാൽ അദ്ദേഹത്തിന് എതിരെ സർവ സാഹചര്യങ്ങളെയും തിരിക്കുന്ന ചില പ്രതിഭാസങ്ങൾ നമുക്ക് ചുറ്റിനും തന്നെ ഉണ്ട്. ഒരാൾ ഉണർന്നാൽ അയാളുടെ ആ അഭിഷേകം എത്ര ശക്തമാണോ ആ ശക്തിക്ക് അനുസരിച്ചുള്ള എതിർ സമൂഹം, എതിരാളികൾ ഉയർന്നു വരും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. യുദ്ധം ചെയ്യാൻ മനസ്സില്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നമ്മുടെ കർത്താവിൻ്റെ ശക്തി നമുക്ക് ലഭിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരും സമർപ്പിക്കുന്നവർക്കുമാണ് കർത്താവ് തൻ്റെ ശക്തി അയച്ചു കൊടുക്കുക. ഹല്ലേലൂയ. രണ്ട് ഭീകരസത്വങ്ങൾ അലറി അന്തരീക്ഷം ഒരുക്കും. അതിൻ്റെ നടുവിൽ എല്ലാവരും 10,000 നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും. അതാണ് ആത്മീയ യുദ്ധത്തിൻ്റെ പ്രത്യേകത. എല്ലാവർക്കും കൂടെ നിന്ന് ചെയ്യാവുന്നൊരു യുദ്ധമല്ല ഇത്. നീ റെഡിയാണോ, നീ മാത്രം ഉണ്ടാവും. നിൻ്റെ വീട്ടുകാരെല്ലാവരും നിൻ്റെ പിന്നാലെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് യുദ്ധത്തിന് പോരണ്ട. രൂപതയുള്ള എല്ലാവരും യുദ്ധത്തിന് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പോരണ്ട. അച്ഛന്മാരെല്ലാവരും യുദ്ധത്തിന് കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചാണെങ്കിൽ പുറപ്പെടണ്ട, അവിടെ നിന്നോ, അതാ നല്ലത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അല്ല, നിൻ്റെ ഇടവകയിലുള്ള ആളുകളെല്ലാം കൂടത്തിൽ നിൽക്കുമായിരിക്കും എന്ന് വിചാരിച്ചാണെങ്കിൽ ഒരു ആത്മീയ യുദ്ധം നടക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നിരാശപ്പെട്ട് കരിഞ്ഞുണങ്ങിയതേ ഈ മണ്ട ഒടിഞ്ഞ തെങ്ങ് നിൽക്കണ മാതിരി നിൽക്കുന്ന ഒരാളെ നിങ്ങളുടെ ഇടവക നിങ്ങൾ കണ്ടിരിക്കും. യുദ്ധത്തിന് പുറപ്പെട്ട ആളാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഭീകരത ഉണരുകയും സമൂഹത്തെ ഒരു പ്രത്യേക വിധത്തിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസം ക്രിയേറ്റ് ചെയ്യുകയും അവ നീതിമാന്മാരുടെ ജനതയ്ക്കെതിരെ യുദ്ധത്തിന് ഭൂമുഖത്തുള്ള സർവരെ ഒരുക്കുകയും ചെയ്യും. ഭൂമുഖത്ത് അന്ധകാരത്തിൻ്റെയും നൈരാശ്യത്തിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും പീഡനത്തിൻ്റെയും മഹാകലാപത്തിൻ്റെയും ഒരു ദിവസം. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. നീതിമാന്മാരുടെ ജനത മുഴുവൻ. അപ്പോൾ ഈ വ്യക്തി മാത്രമല്ല, ആ വ്യക്തിയോട് കൂടുന്നവർക്കെല്ലാം കഷ്ടതയാവും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നീതിമാന്മാരുടെ ജനത മുഴുവൻ കഷ്ടതയിലായി. തങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ദുഷ്ടതകളെ കണ്ട് അവർ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത്രയും നീതിമാന്മാർ പോലും ഭയപ്പെടത്തക്ക വിധം ഭീകരമായ സാഹചര്യങ്ങൾ നടമാടാൻ തുടങ്ങും. കുടുംബത്തിൽ, ഇടവകയിൽ, സമൂഹത്തിൽ, എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് അത് നടമാടാൻ തുടങ്ങും. നശിക്കാൻ വരെ അവർ തയ്യാറായി. അപ്പോൾ അവർ ദൈവത്തെ വിളിച്ചു. അവരുടെ കരച്ചിലിൽ നിന്ന് ചെറിയ ഉറവയിൽ നിന്നെന്ന പോലെ ധാരാളം ജലമുള്ള ഒരു മഹാനദി. ആ മഹാനദിയുടെ പ്രത്യേകത എന്താ? മഹാനദിയാണെങ്കിലും ചെറിയ ഉറവയിൽ നിന്ന് വെള്ളം വരുന്ന പോലെ വരണം. അതായത് എല്ലാ സമൃദ്ധി കണ്ട് ഇപ്പം പുറപ്പെടുമ്പോൾ യുദ്ധത്തിന് പോകുമ്പോൾ ഒന്നുമില്ലാത്തവൻ ഇറങ്ങണ മാതിരി അങ്ങ് ഇറങ്ങേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ ഉറവയിൽ നിന്ന് വെള്ളം വരുന്നത് മാതിരി ഒരു മഹാനദി ഉത്ഭവിച്ച, സ്വർഗത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുടെ ഒരു പ്രത്യേകതയാണത്. ഇപ്പോഴും ചെറിയ കടുകുമണി പോലെ ആയിരിക്കും തുടങ്ങും. അപ്പോൾ മഹാനദി. സൂര്യൻ ഉദിച്ചുയർന്നു, എളിയവർ ഉയർത്തപ്പെട്ടു, ഉന്നത നശിപ്പിക്കപ്പെട്ടു. ദൈവം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന എന്തെന്ന് മർദക്കായി സ്വപ്നത്തിൽ കണ്ട്. പിന്നെ ദൈവത്തിൻ്റെ കാര്യം. അപ്പോൾ ഒരു വലിയ കാലഘട്ടമുണ്ട്. അലച്ചിലിൻ്റെയും കണ്ണുനീരിൻ്റെയും കരച്ചിലിൻ്റെയും കഷ്ടതയുടെയും ദുരിതത്തിൻ്റെയും സൂര്യൻ ഉദിക്കാത്ത കാലഘട്ടം എന്ന് പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സൂര്യൻ ഉദിക്കാത്ത അന്ധകാരത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് മാത്രമേ സൂര്യൻ്റെ ഉദയവും കർത്താവിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ പ്രവൃത്തികളുടെ അർത്ഥവും മനസ്സിലാവുകയുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ ബൈബിളിൽ മുഴുവൻ കാണുന്ന ഒരു പ്രതിഭാസമാണ്. ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് ആ വ്യക്തിക്ക് ദൈവം അങ്ങോട്ട് അഭിഷേകം പകർന്നു കൊടുത്താൽ
അദ്ദേഹത്തോട് ചുറ്റിപ്പറ്റി വലിയ തരത്തിലുള്ള എതിർ ശക്തികളുടെ ഒരു അഴിഞ്ഞാട്ടം ആരംഭിക്കും. ഇഞ്ചോടിഞ്ച് യുദ്ധത്തിന് ദൈവം വിളിക്കുന്നൊരു വിളിയാണ് കർത്താവായ യേശുവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള വിളി, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്കുള്ള വിളി. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മർദ്ദക്കായുടെ കാര്യത്തിന് ചിന്തിച്ചു നോക്ക്. മർദ്ദക്കായുടെ ഉള്ളിൽ ദൈവഭക്തി ഉണ്ടായിരുന്നു, അല്ലേ? ദൈവത്തോട് സ്നേഹം ഉണ്ടായിരുന്നു. കർത്താവിനോട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ തോന്നി ഒരു 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 ശക്തി മർദ്ദക്കായുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഒരു അഗ്നി മർദ്ദക്കായുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതിനനുസരിച്ച് പിന്നെ എല്ലാം നല്ല സമാധാനമുള്ളൊരു കാലഘട്ടമായിരുന്നോ? അവിടുന്ന് അങ്ങോട്ട് ഒരു ഹാമാൻ ഉയർന്നു വന്നു. മർദ്ദക്കായുടെ ഉള്ളിൽ എത്രമാത്രം കൃപയുണ്ടായിരുന്നോ അതേപോലെ അന്ധകാരത്തിൻ്റെ ഒരു അഭിഷേകം അവിടെ ഉയർന്നു. ഹാമാൻ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നാശത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ഒരു പ്രത്യേക പീഡ നിറഞ്ഞ മനുഷ്യർ അവിടെ ഉയർന്നു വരും. അദ്ദേഹം എന്താ ചെയ്തത്? ഹാമാൻ ചക്രവർത്തിയുടെ അടുത്തിരുന്ന് അധികാരപത്രങ്ങളെല്ലാം വാങ്ങി ഈ മർദ്ദക്കായിനെ മാത്രമല്ല യഹൂദ വംശം മുഴുവനെയും നശിപ്പിക്കാൻ തക്കവണ്ണമുള്ള അംഗീകാരങ്ങളും അധികാരങ്ങളും എല്ലാം സ്വീകരിച്ചു. ഒരൊറ്റ ദിവസം കൊണ്ട് മുഴുവൻ ആളുകളെ ചുട്ടുകരിക്കാനും അവരുടെ വസ്തുക്കൾ കൊള്ളയടിക്കാനും അവരെ നിർമൂലനം ചെയ്യാനും യഹൂദ വംശത്തെ നിർമൂലനം ചെയ്യാനും രാജാവിൽ നിന്ന് അംഗീകാരം വാങ്ങി വിളംബരം ചെയ്തു. അപ്പോഴും മർദ്ദക്കായി അവിടെ ഇരിക്കുക. മർദ്ദക്കായി ദൈവത്തെ സ്നേഹിക്കുന്ന ആള്, ഈ ജനത്തിൻ്റെ രക്ഷയെ ആഗ്രഹിക്കുന്ന ആള്, ഇതെല്ലാം കണ്ടു ആ മനസ്സിൻ്റെ വേദന ഒന്ന് ചിന്തിച്ച് നോക്കുക. ആ മനസ്സിൻ്റെ വേദന ഒരാൾ സഹായിക്കാനില്ല. നിങ്ങൾ ചിന്തിക്കണം, ഇങ്ങനൊരു സാഹചര്യം വരുമ്പം എല്ലാ യഹൂദന്മാരും മർദ്ദക്കായുടെ കൂടെ നിൽക്കുമെന്ന് ചിന്തിക്കരുത്. അതിനകത്ത് രണ്ട് പക്ഷമുണ്ട് എപ്പോഴും. പ്രൈസ് ദി ലോർഡ്. ഒരു കൂട്ടർ കുറച്ച് പേര് തീക്ഷ്ണമായിട്ട് കർത്താവിനോട് നിലകൊള്ളുന്നവരുണ്ടായിരുന്നു. കുറേ പേര് കർത്താവിനെ ഉപേക്ഷിച്ചവർ. കുറേ പേര് എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഭൂമി ജീവിച്ചാൽ മതി, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. അങ്ങനെ ഈ ജനത്തിൻ്റെ സ്വഭാവം എല്ലാം, ദൈവജനത്തിൻ്റെ സ്വഭാവം മുഴുവനും ഈ മർദ്ദക്കായി പല സ്ഥലത്തു നിന്ന് റിപ്പോർട്ട് കിട്ടുകയാണ്. ഇത് ഇന്ന ഭാഗത്തെ ആളുകൾ രാജാവിനോട് ചേർന്നു, ഇന്ന ഭാഗത്തെ ആളുകൾ കർത്താവിനെ ഉപേക്ഷിച്ചു, ഇന്ന ഭാഗത്തുള്ളവർ ഉറച്ചു നിൽക്കുന്നു, ഇത് അവരെ കൊല്ലാൻ വേണ്ടി ബാക്കി ശത്രുക്കൾ അങ്ങോട്ട് പാഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള, ഇപ്പം നമ്മൾ ഇറാഖിലും സിറിയയിലൊക്കെ അത് നടക്കുന്ന സമയത്ത് പല സ്വഭാവങ്ങൾ ജനങ്ങൾ കാണിച്ചിട്ടുണ്ട്. ചിലർ തീക്ഷ്ണമായി നിന്ന് മരണം ഏറ്റുവാങ്ങി, വേറെ ചിലർ നമുക്കറിയില്ല, പല സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ അത് ഉണ്ടാകുക മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അതിൻ്റെ വാർത്ത കിട്ടുകയാണ്. ഇത് ചിലരിങ്ങനെ ചെയ്തു, ചിലരെ അങ്ങനെ ചെയ്തു, ചിലർ ജീവൻ വരിച്ചു, ചിലർ രക്തസാക്ഷികളായി. അപ്പോൾ ഈ സംഭവിക്കുന്നത് മുഴുവനും ഈ മർദ്ദക്കായുടെ മനസ്സിനേൽക്കുന്ന പ്രഹരമാണ്, വേദനയാണ്. ആ വേദനയുടെ സമയത്ത് മർദ്ദക്കായെ വേദനിപ്പിക്കുന്ന വലിയൊരു വേദന ചിലപ്പോൾ ഇതായിരിക്കും: ദൈവത്തെ സ്നേഹിക്കുന്ന ഈ ജനത്തിന് ഒരു സഹായവും എവിടുന്നും വരുന്നില്ലല്ലോ. ഇവർ തെറ്റ് ചെയ്താൽ കുഴപ്പം, തെറ്റ് ചെയ്യുന്നില്ല, ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ശരി, ഇവർ ഇത്രയും കാലം നന്മ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിലും ശരി, ഇവരുടെ ഈ തകർച്ചയിൽ ഇവർക്കെതിരെ മനഃപൂർവ്വം ഈ ഒരു നാശം വിതയ്ക്കുമ്പോൾ ഇതിന് ഇവരെ സഹായിക്കാൻ വേണ്ടി ഒരാൾക്ക് സാധിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നാനാവിധമായ ദുഃഖം ഈ മർദ്ദക്കായുടെ ഹൃദയത്തിൽ അങ്ങോട്ട് തളം കെട്ടിക്കിടക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ മർദ്ദക്കായി നോക്കുന്ന സമയത്ത് മർദ്ദക്കായി ഇതിന് ഉത്തരവാദിത്വം എടുക്കുക എന്നൊരു സംഗതി, വേറെ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞൊരു ഒരു പത്തന്തി എഴുതി കൊടുക്കണം, അല്ലെ എഴുതി കൊടുത്തൊരു ഉത്തരവാദിത്വം ഒന്നല്ല ഇത്. അവനവൻ ഏറ്റെടുക്കണം ഈ ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന്. മർദ്ദക്കായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഈ ഉത്തരവാദിത്വം അങ്ങോട്ട് ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി ഐ ആം റെഡി, ഞാൻ ശരി. അദ്ദേഹത്തിൻ്റെ കാഹളെടുത്ത് മുഴക്കാൻ തുടങ്ങി. ഈ മർദ്ദക്കായി നേരെ പോയി എസ്തേറിനോട് പറഞ്ഞു, എന്ത്, ദേ ഈ സമയത്ത് നീ കർത്താവിൻ്റെ പക്ഷം നിൽക്കണം, നീ ജനത്തിൻ്റെ പക്ഷം നിൽക്കണം. അങ്ങനെ കുറച്ച് പേരോടൊക്കെ പറയാൻ പറ്റുള്ളൂ. കുറച്ച് പേര്, വിരലിൽ നിന്ന് കുറച്ച് പേരുണ്ടാവും.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാഭൂരിപക്ഷം കുറേ പേര് നിലവിളിയും വിലാപമായിട്ട് ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ട് കർത്താവ് എവിടെ? കർത്താവിനെ ചോദ്യം ചെയ്യുന്നവർ, കർത്താവിനെ സംശയിച്ച് നിൽക്കുന്നവർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ തൃശങ്കുൽ നിൽക്കുന്നവർ, മരവിച്ച് പോയവർ, ദുഷ്ടത പെരുകുമ്പോൾ അധർമ്മം പെരുകിയതിൻ്റെ പരിണത ഫലമായി സ്നേഹം തണുത്തുറഞ്ഞു പോയവർ. ഹല്ലേലൂയ. അപ്പോൾ ഇതിൻ്റെ എല്ലാം നടുവിൽ ഒറ്റയ്ക്ക് നിൽക്കണം. ഈ സമയത്ത് മാലാഖ വന്ന് സന്ദേശം കൊടുക്കുന്നൊന്നുമില്ല. മർദ്ദക്കായി നീ ഈ വഴിക്ക് പോ, നീ ആ വഴിക്ക് പോ. യോസേപ്പ് പിതാവിന് ചില സന്ദേശം കൊടുത്തില്ലേ? അതേമാതിരി മർദ്ദക്കായി എന്ന് വിളിച്ചുകൊണ്ട് മാലാഖ എപ്പോഴും ചെവിയുടെ അടുത്ത് നിൽക്കുന്നില്ല. ഇദ്ദേഹത്തിന് ടിഎയോ ഡിഎയോ അങ്ങനത്തെ ഒരു ഏർപ്പാടുമില്ല. ഇദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് ഇനി ചിന്തിച്ച് നോക്കിയാൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് ആ സമൂഹത്തിന് അധികാരികളുണ്ടാകാതിരിക്കുമോ? ആത്മീയമായ ക്രമീകരണമാണെങ്കിൽ, ഭൗതികമായ ക്രമീകരണമാണെങ്കിൽ യഹൂദന്മാരൊരു സമൂഹമാണ്, ഒരു സമുദായമാണ്. അതിൻ്റേതായ മേലധികാരികൾ അവിടെ ഉണ്ടാവും. പക്ഷെ ആരും ഒരു കാര്യം എടുക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരൻ, കൃപയുള്ളവർക്കേ ഉത്തരവാദിത്വം എടുക്കാൻ പറ്റുള്ളൂ. കൃപയുള്ളവർക്ക് ഉത്തരവാദിത്വം എടുക്കാൻ പറ്റുള്ളൂ. അഭിഷേകമുള്ളവർക്ക് ഉത്തരവാദിത്വം ഉണ്ടാവുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്ന് ഇദ്ദേഹം അങ്ങോട്ട് വേദനിക്കുകയും സങ്കടപ്പെടുകയും എല്ലാ തരത്തിലുള്ള ഫീലിങ്സ് അങ്ങോട്ട് അനുഭവിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ദൈവത്തെ മുറുകെ പിടിക്കുകയാണ്. അദ്ദേഹം ദൈവത്തോട് കരയുകയാണ്. അദ്ദേഹം ദൈവസന്നിധി കൈകൾ ഉയർത്തുകയാണ്. അദ്ദേഹം ആത്മീയ ആയുധങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടുകയാണ്. ആത്മീയ യുദ്ധവീരന്മാരെല്ലാം അദ്ദേഹം സാധിക്കുന്നിടത്താൽ ശേഖരിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് വിലാപവും കരച്ചിലും പ്രാർത്ഥനകളും ഉയർന്ന് ദൈവം ഇടപെടുന്നത് വരെ ഈ മർദ്ദക്കായി ദൈവത്തിൻ്റെ മുമ്പിൽ യുദ്ധം ചെയ്യുകയാണ്. ഒപ്പം തൻ്റെ ഉള്ളിലും തൻ്റെ ചുറ്റുമുള്ള ആളുകളുടെ ഇടയിൽ ഈൽഡ് ചെയ്തില്ല, കീഴ്പ്പെട്ടില്ല. എന്നാൽ മർദ്ദക്കായി മറ്റേ ഹാമാന് കീഴ്പ്പെട്ടേക്കാം, എന്തെങ്കിലും ഹാമാനോട് കോംപ്രമൈസ് ചെയ്ത് പോയേക്കാം. സമൂഹം ഒക്കെ ഇങ്ങനെ ആയിപ്പോയി, സാരമില്ല, എന്തെങ്കിലും നമുക്കിപ്പം നമ്മുടെ വിശ്വാസമൊക്കെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അതിനേക്കാളും പ്രധാനപ്പെട്ടത് നമ്മുടെ സമുദായം നിലനിൽക്കുക എന്നുള്ളതാണ്. സമുദായം നിലനിന്നിട്ട് വേണ്ടേ ബാക്കി കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നമുക്കൊരു കാര്യം, നമ്മൾ മാമോദിസ മുക്കുന്നില്ല, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ഒരു ചെറിയൊരു പേടി. എന്താ പേടിക്ക് കാരണം? അങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മുടെ ജീവൻ മാത്രമല്ല, ഞാൻ ഒരാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഓരോ ജനൽ പോലും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ആ ജനലിൽ ഒരു കല്ല് വീഴാൻ നമുക്കിഷ്ടമല്ല. നമ്മുടെ കോമ്പൗണ്ടും നമ്മുടെ ജനലും നമ്മുടെ വാതിലൊക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ ഒരു കല്ല് വന്ന് വീഴാൻ നമുക്കിഷ്ടമല്ല. അവിടെ നിന്ന് നമ്മുടെ ജീവനെതിരെ ഒന്നും വേണ്ട, നമ്മുടെ സ്ഥാപനത്തിനെതിരെ കല്ല് വീണാൽ മതി. നമ്മൾ എല്ലാത്തിൽ നിന്ന് പിൻവാങ്ങി ഓക്കെ നമുക്ക് എല്ലാം വേണ്ട പോലെ ചെയ്യാമെന്ന് പറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതേപോലെ മർദ്ദക്കായ്ക്ക് പീഡ ഉണ്ടാകാതിരിക്കുമോ? മർദ്ദക്കായി അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ? സമുദായം നിലനിൽക്കണം. അതുകൊണ്ട് ഹാമാന് ഒന്ന് ചില കാര്യങ്ങളിലൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്താൽ സമാധാനമായിട്ട് പോകാൻ പറ്റും. എന്നാൽ കോംപ്രമൈസ് അവിടെ ഉണ്ടാകുന്നില്ല. കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ വിട്ട് ഒരു നിലനിൽപ്പ് ഇവിടെ വേണ്ട എന്ന കർശന നിലപാട് മർദ്ദക്കായുടെ ഭാഗത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആത്മീയ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ അഭിഷേകം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ആ അഭിഷേകത്തിൽ നിലനിൽക്കാൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഠിനമായ വില കൊടുക്കേണ്ടി വരും. കഠിനമായ വില എല്ലാവരും ഒപ്പത്തിനൊപ്പം നിർത്താൻ പറ്റും നമ്മൾ വിചാരിക്കരുത്. കഠിനമായ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ വില കൊടുത്ത ഒരാളാണ് മർദ്ദക്കായി. അദ്ദേഹം അവസാനം വരെ ദൈവത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിന്നു. ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിന് ശക്തി കുറവോ, ദൈവത്തിന് ഈ ജനത്തെ രക്ഷിക്കാൻ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളുടെ വിശ്വസ്തതയും ഈ ആളെ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിക്കുന്ന ഒരു പരിശീലനവും ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. വേറൊരു വാക്കി പറഞ്ഞാൽ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഈ വലിയ സമൂഹത്തെക്കാൾ ദൈവം വളരെ പ്രധാനമായി കരുതുന്നൊരു കാര്യമാണ് ദൈവം തെരഞ്ഞെടുത്ത ഒരാളുടെ യുദ്ധ പരിശീലനം. മർദ്ദക്കായി എന്നൊരു വ്യക്തിയുടെ യുദ്ധ പരിശീലനം ദൈവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിനുവേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവം കുറച്ചു നേരം അകന്നു നിൽക്കുന്ന പോലെ, ദൈവം ഇല്ലാത്തതുപോലെയോ ദൈവം ആബ്സെൻ്റ് ആയിരിക്കുന്ന ഒരു അന്തരീക്ഷം പോലെ ഒരു സാഹചര്യം അനുവദിച്ചു കൊടുത്തു.
അവിടെ മൊർദെഖായി ഒറ്റയ്ക്ക് നിന്ന് പ്രാർത്ഥിച്ച് ആശ്രയിച്ച് എളിമപ്പെട്ട് യുദ്ധം ചെയ്ത് നിലപാടുകൾ കർശനമാക്കി, നിലപാടുകൾ ബലപ്പെടുത്തി പോകുന്നത് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. അങ്ങനെ അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് വലിയ വിജയം. സൂര്യൻ ഉദിച്ചുയർന്നു, ദൈവം ഇടപെടുന്നു, കാര്യങ്ങൾ മാറിമറിയുന്നു. ഇതാ തിന്മയുടെ ശക്തികളെല്ലാം ദൈവം നിഷ്കാസനം ചെയ്യുന്നു. ദൈവത്തിനു വേണ്ടി നിലകൊണ്ടവർ, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചിരുന്നവർ ഉന്നത സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വീണ്ടും സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു സാഹചര്യത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. ഇത് മൊർദെഖായിയുടെ കാലഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ബൈബിളിൻ്റെ തുടക്കം തൊട്ട് പരിശോധിച്ച് നോക്കിക്കേ. ദൈവത്തിൻ്റെ കൃപ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചുറ്റും വലിയ അന്ധകാരത്തിൻ്റെ അഴിഞ്ഞാട്ടം നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു നോഹയുടെ കാലഘട്ടത്തിൽ എല്ലാം സുഗമമായിരുന്നോ? ഉൽപ്പത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ 11-ാമത്തെയും 12-ാമത്തെയും വാക്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 11 and 12. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു, എങ്ങും അക്രമം നടമാടി, ഭൂമി ദുഷിച്ചു പോയതായി ദൈവം കണ്ടു. ലോകത്തിൽ മനുഷ്യരെല്ലാവരും ദുർമാർഗികളായി. കുറേ കുട്ടികളും കുറേ യുവാക്കന്മാരുമാണ് ദുർമാർഗികളായത്. പിന്നെയോ മനുഷ്യരെല്ലാവരും, ഉന്നത സ്ഥാനീയരും ചെറിയ സ്ഥാനത്തിരിക്കുന്നവരും, കുട്ടികളും കുടുംബനാഥകളും സ്ത്രീ പുരുഷന്മാരും എല്ലാവരും, മനുഷ്യരെല്ലാവരും ദുർമാർഗികളായി മാറി. അതിനിടയിലാണ് നോഹ എന്ന ഒരു മനുഷ്യൻ വിശുദ്ധിയിൽ ദൈവത്തിൻ്റെ നിലപാടിന്, ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം ഉയർത്തിയത്. നോഹയുണ്ടായിരുന്ന ഞാൻ വായിച്ച 5-6 വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. 5-6 വാക്യങ്ങൾ. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു. അത് അവിടുത്തെ ഹൃദയത്തെ അത്യധികം, 8-ാമത്തെ വാക്യം വായിച്ചു നോക്കി, അത്യധികം ദുഃഖിച്ചിരിക്കുന്നൊരു ഹൃദയമായിട്ട് കർത്താവ് ഭൂമി കൂടെ ഇങ്ങനെ നടക്കുക. അപ്പോൾ 8-ാമത്തെ വാക്യം: എന്നാൽ നോഹ കർത്താവിൻ്റെ പ്രീതിക്ക് പാത്രം. അപ്പോൾ നോഹ എന്നൊരു വ്യക്തിയിൽ കുറച്ച് കൃപ, നോഹ എന്നൊരു വ്യക്തിയിൽ കുറച്ച് അഭിഷേകം. ആ അഭിഷേകത്തിൻ്റെ പരിണതഫലമായി നോഹ ദൈവസന്നിധി ചില ഉത്തരവാദിത്തങ്ങൾ എടുക്കുകയാണ്. നോഹ ദൈവസന്നിധിയിൽ ഉത്തരവാദിത്തങ്ങൾ എടുത്ത സമയത്ത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം എത്രമാത്രം റിസ്ക് എടുക്കുന്നുവോ, അദ്ദേഹം എത്രമാത്രം ഭാരമെടുക്കാൻ റെഡിയാകുന്നുവോ, അതിനനുസരിച്ച് ദൈവം ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോഹയ്ക്ക്. ഹല്ലേലൂയ. നമ്മളത് മനസ്സിലാക്കണം. ഉത്തരവാദിത്വം എടുക്കുന്നവർക്കും കഷ്ടപ്പാടും കണ്ണുനീരും എടുക്കുന്നവർക്ക്, ആ റിസ്ക് എടുക്കുന്നവർക്കേ സ്വർഗത്തിൽ നിന്ന് യുദ്ധസഹായം ലഭിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതിനുശേഷം നോഹയുടെ പെട്ടകം നിർമ്മിക്കാൻ പറയുന്നു. നോഹയുടെ പെട്ടകം നിർമ്മിക്കാൻ പറയുമ്പം ലോകം ഒരുപാട്, നോഹയുടെ ഫിലിം കാണുന്നവർക്കറിയാം, ലോകത്തിൻ്റെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്ന് പറയുന്നുണ്ട്. ലോകം പ്രഷർ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി. അതായത് ആ കാലത്ത് മഴയൊന്നും ഇല്ലാതെ പെട്രോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ നോഹയുടെ പ്രവൃത്തിയെ മണ്ടത്തരമെന്നും ഒരുപാട് ഇകഴ്ത്തി ബ്രാൻഡ് ചെയ്യുന്ന, ചിത്രീകരിക്കുന്ന ഒരു ലോകത്തിൻ്റെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന ആളാണ് നോഹ. നോഹയുടെ കാര്യത്തെ ഭ്രാന്തെന്ന് ചിത്രീകരിച്ച ജനതകളുടെ നടുവിൽ ഒറ്റയ്ക്ക് നിന്ന് മുന്നോട്ട് പോയ ആളാണ് നോഹ. നോഹയുടെയും നോഹയുടെ പുത്രന്മാരുടെയും ചരിത്രമാണത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനങ്ങൾ മുഴുവനും പാപത്തിൽ പോകാതിരിക്കുക ചെയ്യട്ടത്, അവരുടെ ഫ്രീഡം. നമുക്ക് നമ്മുടെ വിശുദ്ധി ജീവിക്കാം. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ആയിരുന്നില്ല നോഹയുടെ കാലഘട്ടത്തിൽ.
പാപത്തിൽ ജീവിക്കുന്നവർ നോഹയെയും നോഹയുടെ മക്കളെയും വന്ന് ഇകഴ്ത്തി സംസാരിക്കുക, നോഹയുടെ മക്കളുടെ മേൽ വന്ന് തേരോട്ടം നടത്തുക, അങ്ങനെ അവരെ ചവിട്ടി മെതിക്കാൻ നോക്കുക. അതിന് അവരെ പരമാവധി പിന്തിരിപ്പിക്കാൻ വേണ്ടി അവർ ഈ നോഹയുടെ മക്കളെ ഉപദ്രവിക്കുക സമൂഹത്തിന് ഹരമായിരുന്നു. നോഹയുണ്ടാക്കുന്ന പേടകത്തെക്കുറിച്ച് ഒരുപാട് പുച്ഛം, നോഹയുടെ ഓരോ ചുവടുവെപ്പുകളെക്കുറിച്ചും ഒരുപാട് പുച്ഛം. ഇന്നും അതുപോലെ തന്നെയാണ്. ദൈവത്തിൻ്റെ സ്വരം കേട്ട് നീ ദൈവത്തിൻ്റെ നിലപാടെടുത്ത് നീ ഈ സമൂഹത്തിൽ ദൈവകൃപയുടെ ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ റെഡിയാകുന്ന അനുസരിച്ച് പുച്ഛവും ലോകം അത്രയും പുച്ഛവും നിന്ദയും പ്രഷറും നിൻ്റെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. നിന്നെ പിന്തിരിപ്പിക്കുന്നത് വരെ അത് തുടരും. അതിൻ്റെ ഇടയിൽ വില കൊടുത്ത് നിന്നാൽ അനുഗ്രഹത്തിൻ്റെ ആ ഒരു ദിനം കാണാൻ പറ്റും. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 00914802708098, 00914802702613, ഫാക്സ് 00914802708097, ഇമെയിൽ mail.divintv@gmail.com, website www.drcm.org.